ഗ്രാമീണോദ്ധാരണത്തിൻ്റെ ആധുനിക മുഖം തേടി ചെന്നൈ അതിർത്തിയിലെ എലവൂർ എന്ന ഉർവര ഭൂമിയിലെത്തുകയാണ്. പാവപ്പെട്ടവരും സാധാരണക്കാരും മാത്രം വസിക്കുന്ന ഏറെ ജനവാസമില്ലാത്ത ഈ ഗ്രാമത്തിലെ 350 ഏക്കർ ഏറ്റെടുത്ത് അത്യന്താധുനിക സൗകര്യങ്ങളൊരുക്കി ആരോഗ്യ ഗ്രാമമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് ഇന്ന്. ഡോക്ടർ KM ചെറിയാൻ എന്ന ആഗോള പ്രതിഭ മനസ്സിൽ കണ്ട ആശയം ഇന്ത്യയിലെ തന്നെ പ്രാദേശിക വികസനത്തിൻ്റെയും ആരോഗ്യ പഠനത്തിൻ്റെയും മാതൃകാ തട്ടകമായി മാറിയിരിക്കുന്നു. മാത്രമല്ല, കരിയും ജീവിതഭാരവുമായി കഴിഞ്ഞിരുന്ന ഗ്രാമീണ കുട്ടികളെ ആരോഗ്യ പഠനത്തിൻ്റെ അതുല്യ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ് ഡോക്ടർ KM ചെറിയാൻ്റെ ഫ്രോണ്ടിയർ വെടിവില്ല. ശ്രദ്ധിക്കാം. കരിമൺ കട്ടയിൽ നിന്നും മാണിക്യത്തിലേക്ക്. ചെന്നൈ നഗരം ചരിത്രപരമായും സാംസ്കാരികമായും സാങ്കേതികമായും ഏറെ പ്രാധാന്യമുള്ള ഇന്ത്യൻ നഗരം. പാലങ്ങളും റോഡുകളും മന്ദിര സമുച്ചയങ്ങളുമായി നഗരം വളരുമ്പോൾ കാലത്തിനു മുമ്പേ മാറുകയാണ് ഈ മഹാനഗരം. സാങ്കേതിക തികവും അടിസ്ഥാന സൗകര്യ വികസനവും വിദ്യാഭ്യാസ മേന്മയുമെല്ലാം ഈ മാറ്റത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ നഗരത്തിൻ്റെ വിസ്തൃതി അനുദിനം വിശാലമാവുകയാണ്. ചെന്നൈയിൽ നിന്നും 60 കിലോമീറ്റർ അകലെ എലവൂർ എന്ന ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര. വീതിയേറിയ 4 വരി ദേശീയപാതയിലൂടെ ഒരു സുഖസവാരി. ചെന്നൈയെയും ആന്ധ്രയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ ദേശീയപാത. 40 മിനിറ്റിൻ്റെ യാത്ര കഴിഞ്ഞ് നാം എത്തുന്നത് എലവൂർ എന്ന മനോജ്ഞമായ ഗ്രാമത്തിലേക്കാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും ഉയരുന്ന തണുത്ത കാറ്റും പുലിക്കാട്ട് തടാകത്തിൻ്റെ കുളിരും പകരുന്ന തികച്ചും ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ് ഇത്. പാടങ്ങളിൽ അധ്വാനത്തിൻ്റെ വിത്തിറക്കി സമൃദ്ധിയുടെ നൂറുമേനി കൊയ്യുന്ന കർഷകർ. ഒപ്പം കളിമണ്ണിൽ കരവിരുത് തീർക്കുന്ന അധ്വാനികളും ഏറെയുണ്ട് ഈ ഗ്രാമത്തിൽ. ഈ നഗരത്തെ അന്യദേശവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ സ്റ്റേഷനും ഒരു വിളിപ്പാട് അകലെ തന്നെയുണ്ട്. കൊയ്ത്തു കഴിഞ്ഞ വയലേലകളിൽ പച്ചപ്പ് തേടിയിറങ്ങിയ കന്നുകാലികളും ഏതോ ദേശത്തു നിന്നും വിരുന്നെത്തിയ ദേശാടന കിളികളും. ഇതിനു പുറമെ തലയെടുപ്പോടെ നിൽക്കുന്ന പനമരങ്ങളിൽ ചേക്കേറിയ വെള്ളക്കൊക്കുകൾ ഈ ഗ്രാമസൗന്ദര്യത്തിൽ അലിഞ്ഞു ചേരുകയാണ്. ഈ ഗ്രാമത്തിലെ തന്നെ തികച്ചും സാധാരണക്കാരിയായ ലാവണ്യയെ കൂടി നാം ഇവിടെ കണ്ടെത്തുകയാണ്. മൺകുടിലിൽ തീയും പുകയും പാചകവുമൊക്കെയായി കഴിഞ്ഞിരുന്ന ലാവണ്യ ഈ ഗ്രാമീണ മാറ്റത്തിൻ്റെ ദൃഷ്ടാന്തമായ കഥ കൂടി നമുക്ക് കേൾക്കാം. ഒപ്പം ഗ്രാമവികസനത്തിൻ്റെയും. അതെ, ഈ ഗ്രാമം ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ആരോഗ്യ പഠന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. രാജ്യം കണ്ട എക്കാലത്തെയും പ്രഗത്ഭനായ ഹൃദ്രോഗ വിദഗ്ധൻ പത്മശ്രീ ഡോക്ടർ KM ചെറിയാൻ വിഭാവനം ചെയ്ത മെഡിവിലെ എന്ന ഗ്രാമീണ ആരോഗ്യ പഠന സമുച്ചയം ഈ ഗ്രാമനൈർമല്യത്തിൻ്റെ നിറവായി മാറിയിരിക്കുകയാണ്.
346 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന മെഡിവില്ലയുടെ വിശാലമായ കവാടം മുതൽ ആ പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. വിശാലമായ വാതിൽ കടന്ന് നാം എത്തുന്നത് പ്രത്യേക സാമ്പത്തിക മേഖലയെന്ന സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അംഗീകാരം വഴി SEZ ലഭിച്ച ആദ്യ സംരംഭം കൂടിയാണ് ഇത്. വിദേശ സമുച്ചയ മാതൃകയിൽ എലവൂർ എന്ന ഗ്രാമത്തിൽ പണിത വിശാലമായ മന്ദിരങ്ങൾ നമുക്കിവിടെ കാണാം. ശിലായുഗത്തിൽ നിന്നും അത്യന്താധുനിക നാനോ യുഗത്തിലേക്കുള്ള ഒരു സഞ്ചാരം കൂടിയാണ് ഈ മെഡിവില്ല. ഒപ്പം അറിവിൻ്റെയും ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെയും മേഖലയിലേക്ക് നടന്നു കയറുന്ന ഗ്രാമീണ വിദ്യാർത്ഥികളെയും നമുക്ക് കാണാം. അവരിൽ നാം ആദ്യം കണ്ട ലാവണ്യമുണ്ട്. ഗ്രാമീണ ജനതയ്ക്ക് ആരോഗ്യ വിദ്യാഭ്യാസം എന്ന ഗവൺമെൻറ് ആശയം മാതൃകാപരമായി നടപ്പിലാക്കുകയാണ് ഡോക്ടർ KM ചെറിയാൻ ഈ വില്ലയിലൂടെ. ഒരുപക്ഷെ ഭരണ നേതൃത്വത്തിൻ്റെ വീക്ഷണത്തേക്കാൾ അതിവേഗം മുൻപേ നടന്നിരിക്കുന്നു ഡോക്ടർ ചെറിയാൻ. അതുകൊണ്ട് തന്നെ ഗ്രാമീണോദ്ധാരണത്തിൻ്റെ ജനകീയ മാതൃക നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും. ഡോക്ടർ ചെറിയാൻ്റെ വിഷൻ വാസ് വി ഷുഡ് നോട്ട് ഹാവ് എ മെഡിസിറ്റി, ഒരു മെഡിക്കൽ വില്ലേജ് ആയിരുന്നു ദാറ്റ് ഹി wanted to have. So that's how Mediville came into existence, meaning medical village. And so we are situated in a rural area. It is in a village called Edur Elavur village. And ഞങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞാൽ we are in the border of Andhra and Tamil Nadu, right near the National Highway 5, strategically located between the Bay of Bengal and the Avanti Hills. ചെന്നൈയുടെ ഊഷ്ണ കാലാവസ്ഥയല്ല ഈ ഗ്രാമത്തിലും മെഡിവില്ലയിലും. മലനിരകളും ബംഗാൾ തീരവും സമ്മാനിക്കുന്ന കുളിർ കാറ്റും പുലിക്കാട്ടിൽ തടാകത്തിൻ്റെ ജലസാന്നിധ്യവും കാലാവസ്ഥയെ തന്നെ മാറ്റിയെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആഹ്ലാദകരമാണ് ഇവിടുത്തെ ഓരോ നിമിഷവും. അതെ, ഒരു റൂറൽ സെറ്റിങ്ങിൽ ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ ഒരു വില്ലേജ് ക്രിയേറ്റ് ചെയ്യാണ്. വി ആർ ട്രൈങ് ടു ഇൻറ്റഗ്രേറ്റ് ഹെൽത്ത് കെയർ വിത്ത് എഡ്യൂക്കേഷൻ, റിസർച്ച്, ട്രെയിനിങ്, ഓൾ ഓഫ് ഇറ്റ് ടുഗെദർ ആൻഡ് കോൺട്രാക്ട് റിസർച്ച് ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് ഹെൽത്ത് സയൻസ് പാർക്കാണ് ഇത്. വി ആർ ബിൽഡിംഗ് ഇൻ എ ഷോർട്ട് form. I can tell you our motto is this: sustainability for life and environment. So we are putting both together. Environment, yes, we have got 6,400 bamboos planted for carbon credit policy. As soon as carbon credit policy people were talking, we planted it 4.5 years. 350ഓളം ഏക്കറുള്ള മെഡിവില്ലയിൽ ചുറ്റും മുളമരങ്ങൾ വച്ചുപിടിപ്പിച്ചാണ് അലങ്കരിച്ചിരിക്കുന്നത്. തികച്ചും അലങ്കാര ചെടിയായല്ല, മറിച്ച് കാർബൺ വാതകത്തെ ആഗിരണം ചെയ്യാൻ വേണ്ടിയാണ് ഈ മരങ്ങൾ സംരക്ഷിക്കുന്നത്. മാത്രമല്ല ജലസാന്നിധ്യത്തിനും ഇത് വഴിതെളിക്കുന്നു. We are associated with MGR Medical University, BITS Pilani, different. And I am sure that one day we will have our own university where we will be teaching. Now next year we are starting courses in genetics, genomes, and say phytochemistry. The courses which you have not heard. Bioinformatics. How many people know bioinformatics? So these are the courses which will be useful for the future. തികച്ചും വ്യത്യസ്തമായ ക്ലാസ് മുറികൾ, തമിഴും മലയാളവും സംസാരിക്കുന്ന ഗ്രാമീണ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടുണ്ട്.
അതുകൊണ്ട് തന്നെ പഠന മാധ്യമം ഇംഗ്ലീഷ് തന്നെയാണ്. നഗരാരവം കടന്നെത്തിയ ഈ ഗ്രാമീണ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ കൗതുകത്തോടെയാണ് ആരോഗ്യരംഗത്തേക്ക് കടക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസം അന്യമായ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിവിധ കോഴ്സുകൾ, ഫിസിഷ്യൻ അസിസ്റ്റന്റ്, പ്രൊഫ്യൂഷൻ ടെക്നോളജി, കാർഡിയോക് അസിസ്റ്റന്റ് തുടങ്ങി വിവിധ സർവകലാശാല അംഗീകാരം നേടിയ വ്യത്യസ്ത കോഴ്സുകൾ. ബേസിക് ആയിട്ടുണ്ട് അനാറ്റമി, ഫിസിയോളജി, ഒരു ബേസിക്സ് കൊടുക്കത്തേ ഉള്ളൂ. ദെൻ ഇറ്റ് ഈസ് ഓൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്. ഈ ടിഷ്യൂവിനെ പറ്റിയും, ബിക്കോസ് ദേ ആർ ഡൂയിങ് നാനോ കോട്ടിങ്, അതുകൊണ്ട് ആ ടിഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് ദ ടിഷ്യൂ, വാട്ട് ഓർഗൻ ഇറ്റ് ഈസ്, ആൻഡ് ആക്ച്വൽ പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണ് ഇത്. ഇത് ആക്ച്വലി നോട്ട് റിയലി ക്ലാസ് റൂം ട്രെയിനിങ്, ഇറ്റ്സ് മോർ ഓഫ് ഹാൻഡ്സ് ഓൺ സോർട്ട് ഓഫ് വൊക്കേഷണൽ സ്കിൽസ് ദാറ്റ് ആർ ബീങ് ഇംപാർട്ടഡ്. തിയറി ക്ലാസുകൾ മാത്രമല്ല, പ്രാക്ടിക്കൽ ക്ലാസുകളും ആധുനികതയ്ക്കത്ത് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. ആരോഗ്യ പഠനരംഗത്ത് വേണ്ട ഉപകരണങ്ങളും ആവശ്യാനുസരണം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള അനുപാതം ഏറെ ശ്രദ്ധേയമാണ്. They have all become role models in their own villages, and many more girls want to try and follow them and take training and get educated. So they are right now a motivational factor for the other girls there. ഗവേഷണം ലക്ഷ്യമാക്കി വിവിധ ആയുർവേദ ചെടികളുടെ ശേഖരവും സംയോജിത കൃഷിയും ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നീർമരുതാണ് അതിലൊന്ന്. ഈ ചെടികൾ ഹൃദയാരോഗ്യത്തിനും രക്താതിസമ്മർദ്ദത്തിനും അതീവ ഗുണമുള്ളതാണ്. ഇവയുടെ തൊലി മെഡിവിലയിൽ ഗവേഷണ വിധേയമാക്കുകയാണ്. We have got more than 500 Arjuna terminalis trees. We have got more than 1,000 mahogany. Royal tree of Travancore, the ebony, we have got 1,000. Like that, it will be, maybe 10 years time it will be a big forest. We have got 14 lakes inside. That acts as rainwater harvesting. ഈ അർജുന ടെർമിനാലിയസിനെ പറ്റി പറഞ്ഞത്, ആ പർട്ടിക്കുലർ പ്ലാന്റിൻ്റെ അഗൈൻ ഇമ്പോർട്ടൻസ് ഇസ് ദ ബാർക്ക് ഓഫ് ദ ട്രീ ഹാസ് ദീസ് ആൻറ്റി ഹൈപ്പർടെൻസീവ് പ്രോപ്പർട്ടീസ്. ഇതിനു പുറമെ രക്തചന്ദനം, അർജുനവൃക്ഷം, ചന്ദനം തുടങ്ങി 25ഓളം മറ്റിനം വൃക്ഷങ്ങളും ഇവിടെ ഗവേഷണത്തിനായി നട്ടുവളർത്തുന്നു. നോനി ഫ്രൂട്ടാണ് മറ്റൊന്ന്. ഏറെ ഔഷധഗുണമുള്ള ഈ ഫലം ക്യാൻസർ മുതൽ ഹൃദ്രോഗ ചികിത്സയ്ക്ക് വരെ ഉപയോഗിക്കാമെന്നാണ് ഗവേഷണങ്ങൾ പറയുന്നത്. അതിൻ്റെ തുടർ ഗവേഷണത്തിനാണ് ഇവ നട്ടുവളർത്തുന്നതും പരിപാലിക്കുന്നതും. ദിസ് ഈസ് ലൈക്ക് നമ്മുടെ നാട്ടിലെ കൊടംപുളി. അതിൻ്റെ ഫസ്റ്റ് നെയിം എന്താ എനിവേ ഇറ്റ് ടെൻസ് വിത്ത് ഗംബോസിയ. One capsule of Gambosia is $50. Good for digestion, anti-cancer. അത് ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, എവിടെ കിട്ടി ഗംബോസിയ കിട്ടാനൊക്കത്തില്ല. And to see if we can develop some sort of drug, some sort of medicine capsule to help with anti-hypertension, for helping with patients. ജപ്പാനീസ് നെൽകൃഷി രീതിയും ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. മികച്ച വിളവും അത്യുൽപാദന ശേഷിയും തരുന്ന വ്യത്യസ്ത കൃഷി രീതിയാണ് ഇത്. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണമാണ് മറ്റൊരു സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഇനം.
ജൈവകൃഷി പുതിയ തലമുറയിലേക്ക് എത്തിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള ഈ രീതി ഏറെ ഫലപ്രദവും ഗുണകരവുമാണെന്ന് മെഡിവില്ല തെളിയിച്ചിരിക്കുന്നു. ഒപ്പം ആധുനിക അലങ്കാര ചെടികളുടെ സംരക്ഷണ രീതിയും ഉൽപാദന രീതിയും ഇവിടെ പ്രതിപാദിക്കുന്നു. അതിനായി പ്രത്യേക ഗ്രീൻ ഹൗസ് സംവിധാനവും ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. മെഡിവില്ലിൽ ആരോഗ്യമേഖലയിലെ അറിവിൻ്റെ അത്ഭുതം തുറക്കുന്ന പത്തോളജി മ്യൂസിയം കാണികളെ വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. ആന്തരിക അവയവങ്ങളുടെ വിവിധ വശങ്ങൾക്ക് പരമപ്രാധാന്യം നൽകുന്ന ഈ പത്തോളജി മ്യൂസിയം ലോകപ്രശസ്തയായ ഡോക്ടർ സരോജ ഭാരതിയുടെ മേൽനോട്ടത്തിലാണ് തയ്യാർ ചെയ്തിരിക്കുന്നത്. നോവയുടെ പെട്ടകമെന്ന ഓമന പേരിലുള്ള വിശാലമായ മുറിയിൽ നാം കടക്കുമ്പോൾ ആദിമ മനുഷ്യൻ്റെ ചേതോഹര രൂപമാണ് നമ്മെ സ്വീകരിക്കുന്നത്. തുടർന്ന് മനുഷ്യോൽപത്തിയുടെ വിവിധ രൂപങ്ങൾ. ഹൃദയങ്ങളുടെ ശേഖരത്തിൽ 2000-ൽ പരം വ്യത്യസ്തത നിഴലിക്കുന്ന യഥാർത്ഥ ഹൃദയങ്ങൾ തന്നെ സംരക്ഷിച്ചിരിക്കുന്നു. അതിനകത്ത് we have over 7,000 specimens of just the cardiac specimens alone. Where there are lots of other specimens of different other organs available. The cardiac defects under the, any defect you can think of in the cardiac field, you can see it. ഇപ്പോൾ open heart അല്ലെങ്കിൽ congenital issues, any of these you can actually see ആ anomaly നമുക്ക് actually you can see it here in this museum. ശ്വാസകോശം, കരൾ, പിത്താശയം തുടങ്ങി മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം പല കോണുകളിലൂടെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ രംഗത്തേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും കാണുന്നതിനും ഗവേഷണം നടത്തുന്നതിനുമായാണ് ഈ പത്തോളജി മ്യൂസിയം തുറന്നിരിക്കുന്നത്. There are schools that are interested in conducting field trips. They are more than welcome to come and visit us and take a look at the museum. And also it is open to the public. People can come and see it. ബയോ ഹോസ്പിറ്റൽ എന്ന ആശയത്തോടൊപ്പം യോഗയും ധ്യാനവും പരിശീലിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും മെഡിവിൽ പ്രത്യേകം ശ്രദ്ധ നൽകുന്നു. കായലിൻ്റെ കുളിരും വന്യതയുടെ പച്ചപ്പും നിറയുന്ന പടിഞ്ഞാറേ കോണിൽ പ്രത്യേക യോഗമണ്ഡപം അതിനായി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ അലോപ്പതിയും ആയുർവേദവും അവാന്തര ചികിത്സകളും മാത്രമല്ല, പൗരാണിക ആയുർ സത്യങ്ങളും ഇവിടെ തേടിപ്പിടിക്കുകയാണ്. യോഗയ്ക്ക് പുറമെ പൗരാണിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നക്ഷത്രവനവും വച്ചുപിടിപ്പിച്ചിരിക്കുന്നു. 27 നക്ഷത്രങ്ങൾക്കായി വൃക്ഷായുർവേദത്തിൽ പറയുന്ന ഓരോ വൃക്ഷങ്ങളാണ് നട്ടുവളർത്തി പരിപാലിക്കുന്നത്. മുളയും ആലും ചീലാന്തിയുമെല്ലാം അങ്ങനെ നമുക്കിവിടെ കണ്ടെത്താം. The regeneration, the rejuvenation. That is the principle of biohospital. Combination of rejuvenation and regeneration. See, nobody wants to grow old. Everybody wants to be young. This is the best. That is combine Ayush. Ayurveda, Yoga, Unani, Siddha, Homeopathy. ഗവേഷണത്തിൻ്റെ ഭാഗമായാണ് കന്നുകാലികളെ വളർത്തിയെടുക്കുന്നത്. മനുഷ്യഹൃദയത്തിലെ ഞരമ്പുകൾക്കും രക്തക്കുഴലുകൾക്കും സമാനമായ ഹൃദയഭാഗങ്ങളുള്ള പന്നികളെ ഇവിടെ
ഗവേഷണത്തിനായി പരിപാലിക്കുന്നു. അതുപോലെ തന്നെയാണ് ചെമ്മരിയാടുകളും. സീനോഗ്രാഫ്റ്റ് വാൽവും ഈ പോർസൈൻ വാൽവ്സ് ഒക്കെ we have nano coated it. ഞാൻ പറഞ്ഞ പോലെ ഈ rural girls are helping us with this nano coating, and that is being implanted in human beings. We have done a lot of studies like that, and എല്ലാം successfully done. അതുകൊണ്ട് multicentric trials the drug controller of India has given us sanction. Last week only ഞാൻ ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്ത് പോയി നമ്മുടെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് MOU സൈൻ ചെയ്തു. മിസ്റ്റർ KP മോഹൻ ഈസ് ദി മിനിസ്റ്റർ. ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് പിഗറി യൂണിറ്റ്, പന്നികളുടെ യൂണിറ്റ് ഇൻ ദ ഹോൾ ഓഫ് ഇന്ത്യ ഈസ് ഇൻ കൂത്താട്ടുകുളം MBI. അവർ 100 പിഗ്സിനെയാണ് സ്ലോട്ടർ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അബറ്റർ ഇൻ ദ കൺട്രി, ഫുള്ളി ടെസ്റ്റഡ്. ഗവേഷണത്തിൻ്റെ ഭാഗമായി കുട്ടികൾ തന്നെയാണ് ഇവയുടെ ജീവിത പരിണാമഘട്ടങ്ങൾ വിലയിരുത്തുന്നത്. അതിനായി കുട്ടികൾക്ക് പ്രത്യേക പ്രോജക്റ്റുകളും തയ്യാറാക്കി നൽകിയിരിക്കുന്നു. നിരവധി യമു പക്ഷികളെയും നമുക്ക് ഇവിടെ കണ്ടെത്തുവാൻ കഴിയും. അവയെയും ഗവേഷണ ലക്ഷ്യത്തോടെ തന്നെയാണ് ഇവിടെ വളർത്തുന്നത്. നായ്ക്കളുടെ ജീവിത രീതിയും ജനിതക ഘടനയുമെല്ലാം ഗവേഷണത്തിൻ്റെ ഭാഗമായി ഇവിടെ പഠനത്തിനൊരുക്കിയിരിക്കുന്നു. ഇതോടൊപ്പം മൃഗങ്ങൾക്ക് മാത്രമായി പ്രത്യേക സർജറി റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. അത്യന്താധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഈ ഓപ്പറേഷൻ തിയേറ്റർ ഒരു ഗവേഷണശാല തന്നെയായി മാറുന്നു. This will bring down the cost, one. And also the other important thing is we are almost in the verge of releasing the first ബയോപ്രോസ്തറ്റിക് വാൽ. അതായത് പിന്നെ ഈ പന്നിയുടെ ഇതിൻ്റെ പിന്നെ പെരിക്കാർഡിയൊക്കെ ഉപയോഗിച്ച് ബയോളജിക്കൽ വാൽ, ഫസ്റ്റ് ബയോപ്രോസ്തറ്റിക് വാൽ ഓഫ് ദ കൺട്രി ആസ് വെൽ ആസ് ദ സെക്കൻഡ് യൂണിറ്റ് ഇൻ ദ ഹോൾ വേൾഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഗവേഷണം സീബ്ര മീനുകളിലാണ് നടക്കുന്നത്. ഈ മീനുകളുടെ വാലും ചിറകും മുറിച്ചു മാറ്റിയാലും അവ സ്വയം വളർന്നു വരുന്നുവെന്ന കണ്ടെത്തൽ കൂടുതൽ ഗവേഷണ സാധ്യതകൾക്ക് വഴിമരുന്നിടുകയാണ്. Or cut the fin and leave it back. 48 hours the fin is grown. How does it happen? That is genome. So this is what we want to study. Luckily I have found out that near our Elavur, 5 kilometers from there is a waterfall. Because the temperature of the water has to be less than 20. That water has got zebrafish. Accidentally I found out. അതുപോലെ തന്നെയാണ് ഗവേഷണത്തിനുള്ള ലൈബ്രറി സൗകര്യങ്ങൾ. വലിയ ലൈബ്രറി ഹാളിൽ അന്താരാഷ്ട്ര ജേണലുകളും ആനുകാലികങ്ങളും നമുക്ക് കണ്ടെത്താം. ഏറ്റവും ശ്രദ്ധേയവും ആകർഷകവും വിപുലവുമായ ഓഡിറ്റോറിയമാണ്. 2500-ലധികം പേർക്ക് ഒരേ സമയം ഇരുന്ന് വീക്ഷിക്കാനാവുന്ന ഈ ഓഡിറ്റോറിയം ഓരോ തട്ടുകളായാണ് ഉയർത്തിയെടുത്തിട്ടുള്ളത്. മാത്രമല്ല പുറത്തെ ജലതടാകത്തിന് മേലെയാണ് ഇവ കെട്ടിയുയർത്തിയിട്ടുള്ളതും. പരിസ്ഥിതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഇവിടെ ജർമ്മൻ സാങ്കേതിക വിദ്യയുമായി ചേർന്ന് രൂപകൽപ്പന ചെയ്ത സോളാർ പാനലുകളിൽ നിന്നുള്ള വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം മഴവെള്ള സംഭരണികളിലൂടെ ആവശ്യ ജലവും ശേഖരിക്കുന്നു. 160-ൽ പരം ഔഷധ ചെടികൾക്ക് പുറമെ ചതുപ്പുകളിൽ മാത്രം വളരുന്ന കണ്ടൽ ചെടികളും ഇവിടെ സംരക്ഷിക്കുന്നു. അങ്ങനെ മുളയും കണ്ടലും ആൽമരങ്ങളുമൊക്കെയായി ഓസോൺ സംരക്ഷണത്തിൻ്റെ മാതൃകാഗ്രാമം പറഞ്ഞു തരികയാണ് ഈ മെഡിവില്ല.
മെഡിവില്ലയുടെ പ്രഥമഘട്ടം മാത്രമാണ് നാം ഇവിടെ കണ്ടത്. 2ഉം 3ഉം ഭാഗങ്ങളായി ഇനിയും കൂടുതൽ സാധ്യതകളും വിഭാവന ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ലോകത്ത് തന്നെ വ്യത്യസ്തവും വിഭിന്നവുമായ ആരോഗ്യ പഠന സൗകര്യമൊരുക്കുന്ന തരത്തിലുള്ള രൂപരേഖ. So those are phase 2, and phase 3 we'll have the vendors park, medical tourism, anganathe elders paradise. Those are things that we are looking at in phase 3 of the execution plan. അതെ, മെഡിവില്ലയുടെ വിശാലതയും കാഴ്ചകളും ഒളിഞ്ഞിരിക്കുന്ന വിശേഷങ്ങളും തീരുന്നില്ല. മാത്രമല്ല, അത് തീരുന്നതുമല്ല. ഡോക്ടർ ചെറിയാൻ്റെ ജീവിതം ഹൃദയരോഗികൾക്ക് മാത്രമല്ല നീക്കിവച്ചിരിക്കുന്നതെന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുകയാണ്. ഇനി വരുന്ന പല തലമുറയിലെ ഗവേഷണ കുതൂഹലികൾക്കും അതുവഴി നമ്മുടെ ആരോഗ്യശാസ്ത്രത്തിനുമാണ്. ഇതിനോടൊപ്പം ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ലാവണ്യയ്ക്ക് വന്ന മാറ്റം തന്നെയാണ്. അവൾ ഇന്ന് ആരോഗ്യരംഗത്തെ അനിവാര്യ സാന്നിധ്യമായി മാറുകയാണ്. ഒരു ഗ്രാമത്തിൻ്റെ മാണിക്യമായി. ലാവണ്യ മാത്രമല്ല, അനേകം ഗ്രാമീണ കുട്ടികളും ഈ മാറ്റം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുകയാണ്. KM ചെറിയാൻ എന്ന തൃഷ്ണാശാലിയുടെ ഫ്രോണ്ടിയർ മെഡിവില്ലയിലൂടെ. മാത്രമല്ല, കരിയും ജീവിതഭാരവുമായി കഴിഞ്ഞിരുന്ന ഗ്രാമീണ കുട്ടികളെ ആരോഗ്യ പഠനത്തിൻ്റെ അതുല്യ മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ് ഡോക്ടർ KM ചെറിയാൻ്റെ ഫ്രോണ്ടിയർ മെഡിവില്ല. അതെ, കരിമൺ കട്ടയിൽ നിന്നും മാണിക്യത്തിലേക്ക്.